പോണു ആടാ പാരി പോണടാ ഇത്ര പോണല്ലേ അതാ പോണു ഇത്ര വരെ പോണല്ലേ ഏട്ടാ കള്ള കണ്ടു കഴിഞ്ഞാല് ഒരുമാതിരി പേടിപ്പെടുത്തുന്നതും പക്ഷെ അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാല് അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമാണത്. സംഭവം എന്ന് വെച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്രക്ക് ഇറങ്ങിക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സീനറി കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഐഡിയ ഇട്ടേക്കും. നമ്മളിന്ന് യാത്ര പോകുന്നത് കേട്ടാലും നമ്മുടെ അട്ടപ്പാടിയിലേക്കാണ്. സത്യത്തിൽ എൻ്റെ വീടിന് ഏകദേശം 70 കിലോമീറ്റർ മാത്രം ദൂരം വരുന്നൊരു സ്ഥലമാണിത്. അതുപോലെ തന്നെ ഒരു കുത്തനെ അല്ലാത്ത നല്ല രീതിയിലൊരു ചുരം കൂടിയാണ് നമ്മൾ അട്ടപ്പാടി ചുരം. ഞങ്ങൾ സൈക്ലിസ്റ്റുകളൊക്കെ ഇടക്കിടക്ക് കയറി ഇറങ്ങുന്നൊരു ചുരം കൂടിയാട്ടത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ സൗണ്ട് പൊല്യൂഷൻ ആയിക്കോട്ടെ അധികം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ റോഡ് കണ്ടോ, എപ്പോഴും വണ്ടി പാസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ യാത്രക്കാരുടെ ഇടയിൽ അട്ടപ്പാടി നിൽക്കുമ്പോൾ ഒരു മുഖം ചുളിച്ചിലാണ്. അട്ടപ്പാടിയോ ആ ഒരു മൈൻഡാണ്. സത്യം പറഞ്ഞാൽ അട്ടപ്പാടിക്ക് ഒരു തവണ വന്നുകൊണ്ട് സ്റ്റേ ചെയ്ത ആൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഞാൻ വ്ളോഗ് ചെയ്യാതെ പല സമയങ്ങളായിട്ട് അട്ടപ്പാടി കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ നമ്മളൊരു ടീം വിളിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവരാണ് സ്റ്റേ ഒക്കെ റെഡി ആയിരുന്നത്. ടീമിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ട്രയൽസ് നാച്ചുറൽ ക്യാമ്പ്. അതൊരു ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് നാച്ചുറൽ വൈബിൽ സെറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇവൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അവിടേക്കാണ് യാത്ര പോകുന്നത്. സാധാരണഗതിയിൽ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ വല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കൊക്കെ പോകുന്നതായിരിക്കും വൈബ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അനിയനാണ്, ആദിൽ ഷാഹിൽ എന്നാണ് അവൻ്റെ പേര്. അവനൊരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് കുറേ ലോഡ് കയറി നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കണം. ഇപ്പം എൻ്റെ താഴെ ഒരുത്തനും കൂടി കേട്ടോ, അഹമ്മദ് ഷാദിൽ എന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ എന്നും കൊണ്ടുപോകണം എന്ന് പറയും. പക്ഷേ ഞാൻ ഈ ബൈക്കിൽ യാത്ര ആയതുകൊണ്ട് നമുക്ക് ത്രിബിളൊക്കെ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ നമുക്ക് വേറൊരു യാത്രയ്ക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് ഇവനായിട്ട് പോകുന്നത് കാരണം അവർക്ക് നാളെ ലീവാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ സ്ട്രെസ് റിലീഫിനായിട്ടും നമുക്കൊന്ന് വൈബാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇന്ന് നമ്മൾ അട്ടപ്പാടി കയറി അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. അട്ടപ്പാടി നമ്മൾ ടെൻറ്റ് സ്റ്റേ ആയിട്ട് തകർക്കും. അപ്പോൾ അട്ടപ്പാടിയിലെ ചുരത്തിലെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കുമിളി അങ്ങനെ എന്തോ ഒരു പേരാണ് സ്ഥലപ്പേര്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ എത്താൻ നേരത്ത് ലൊക്കേഷൻ നോക്കിയിട്ട് ലൊക്കേഷൻ അവർ അയച്ചു തന്നിട്ടുണ്ട്, നോക്കിയിട്ട് യാത്ര കിടിലനാകാം. അട്ടപ്പാടി ചുരത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം കാര്യങ്ങൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുണ്ടാകും. പക്ഷേ എനിക്കതിനൊന്നും നേരമല്ല. സത്യത്തിൽ നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ടെൻറ്റ് സ്റ്റേൻ്റെ അവിടെ നല്ലൊരു സൺസെറ്റ് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അത് കിട്ടാത്ത തിടുക്കത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്കറിയുന്ന കുറച്ച് കാര്യം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു അട്ടപ്പാടി പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അട്ടപ്പാടിക്കാരെ സംബന്ധിച്ച് അവരുടെ താലൂക്ക് എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ്. അവർക്ക് എന്ത് അത്യാവശ്യ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു അങ്ങാടി എന്ന് പറയുന്നതും മണ്ണാർക്കാടാണ്. പിന്നെ ഈ അട്ടപ്പാടിൽ ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നത് ആദിവാസികളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദിവാസികൾക്ക് വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ് അത്യാവശ്യത്തിലധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ, പഠന കാര്യങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നാച്ചുറൽ സെറ്റപ്പ് തന്നെയാണ്. കാരണം ഇവിടെ നാച്ചുറലിന് എതിരായിട്ട് ഒന്നും അധികം ദോഷങ്ങൾ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ഫാക്ടറി കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ അധികം വാഹനങ്ങളായിട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊല്യൂഷൻസ് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ടെൻറ്റ് ക്യാമ്പിങ്ങും അതുപോലെ തന്നെ അവിടെ പോയിട്ട് ട്രക്കിങ്ങും കാര്യങ്ങളും, അതുപോലെ അട്ടപ്പാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനൊരു ആഗ്രഹം എനിക്കുണ്ട്. എത്രത്തോളം കഴിയുന്നതല്ല, കാരണം നമ്മളെ കൂടെ നമ്മൾ അനിയൻ ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് അധികം അഡ്വഞ്ചേഴ്സ് ഒന്നും ചെയ്യാൻ കഴിയൂല. എന്തായാലും നമുക്ക് ഈ ഒരു യാത്ര തുടരാം, കളറാക്കാം, അടിപൊളിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അട്ടപ്പാടി കയറുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റിലപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ കഴിയും കേട്ടോ. ശ്രദ്ധിക്കണം, കാരണം ഫോണും കാര്യമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് വഴി മേലേക്ക് കയറാം. നമുക്ക് എന്തായാലും കയറാൻ നോക്കാം. ഏകദേശം വൈകുന്നേരം ഒരു 4 മണി സമയമായി. അപ്പോൾ പെട്ടെന്ന് കയറാൻ എന്തായാലും, ഇരുട്ടാവാൻ നിൽക്കണ്ട. ഏട്ടാ കള്ള
ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ കഴിയില്ലല്ലോ. ആരും കിട്ടാത്ത അനക്കില്ല, നീ അനക്കില്ല. ആർക്ക് കിട്ടാത്ത അനക്കില്ല, അനക്കില്ല. കാര്യം കഴിഞ്ഞപ്പോ ഒരു സ്വഭാവം നോക്കാം. അനുശാസിക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റാർക്കും കടന്നു കയറാൻ ഭരണഘടനാപരമായ അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഇവിടെ കർഷകർ തീർക്കുന്ന ഈ അതിജീവന മദ്യം. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആനക്കട്ടി എത്തിയിട്ടുണ്ട്. ആനക്കട്ടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് 22 കിലോമീറ്റർ ആ ഒരു റോഡ് പോയി കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈലൻറ്റ് വാലിക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നല്ല പൊളിറ്റിക്സിൻ്റെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമേഴ്സ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തുരുപ്പിച്ചിട്ടാക്കിയിട്ട് ഒരു പാർട്ടിക്കാർ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അവസ്ഥ നമുക്കറിയാം. എല്ലായിടത്തും ഫുള്ള് പ്രചരണങ്ങളായിട്ട് നടക്കുകയാണ്. കാരണം പഴയ പോലെ എല്ലാവർക്കും വീടുകളിൽ കയറി വന്നിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുള്ള് പ്രചരണ അവസ്ഥ. ഞാനൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 5 മണി സമയമായി. ചെറുതായി തണുപ്പ് കയറി തുടങ്ങി. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് സാധാരണ ഇതിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന ഡിസംബർ മാസത്തെ തണുപ്പ് ഇങ്ങോട്ട് എത്തിയില്ല എന്നാണ്. രാവിലെ ചെറിയ കോടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയിൽ കയറിയതാട്ടോ. എന്തായാലും ഇപ്പോൾ ഞാനും നമ്മുടെ അനിയനും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. വൈകുന്നേരം സന്ധ്യാസമയം ഒരു 5 മണിയിൽ ഇങ്ങനെ നല്ല ചായയും കുടിച്ചിങ്ങനെ ഇരിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ നമുക്ക് ഇനി യാത്ര തുടങ്ങാം. ഇവിടുന്ന് ഗൂളിക്കടവ് എന്നാണ് നമ്മുടെ സ്ഥലപ്പേര്. അതായത് നമ്മുടെ ചുരം കയറി ഏകദേശം ഒരു 21-22 കിലോമീറ്റർ എങ്ങാണ്ട് വരും നമ്മുടെ ഗൂളിക്കടവിലേക്ക്. അവിടെയാണ് നമ്മൾ സ്റ്റേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ പാടുണ്ട്. ബാക്കി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഗൂളിക്കടവ് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കൂളിക്കടവിൽ നമ്മളെ പ്ലോട്ടിലെത്തി. നമ്മളെ വണ്ടി ഇതാ ജസ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്ലോട്ടിലെ വഴി ഇതാ ഇതുവഴിയാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിടുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എൻട്രൻസ് ആണ് കേട്ടോ അത്. എന്തായി പോയോ?
നോക്ക്, നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിഞ്ഞിട്ടോ. കയറുക. ഇത് കിട്ടാത്ത തിടുക്കത്തിലാണ് ഞാൻ അടിയിൽ ശരിക്കും വ്ളോഗും കൂടി ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഇതേവിടെ താഴത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെൻറ്റ് ക്യാമ്പിങ് വരുന്നത് ഇതിൻ്റെ മുകളിലാണ്. കിതപ്പൊന്ന് മാറ്റിക്കോട്ടെ. ഈ ഒരു സാധനമൊക്കെ റയറാണ്. ഓക്കെ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സൺസെറ്റ് കാണാൻ പറ്റും. പോയോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പ്ലോട്ടിൽ ഏറ്റവും ഉയരം കൂടിയ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ കഴിയും കേട്ടോ നമ്മുടെ സൺസെറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതിൻ്റെ സർക്കിൾ മൊത്തം കാണാൻ കഴിയുന്ന സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സൺസെറ്റ് മൊത്തം കാണാൻ കഴിയും. സാധാരണഗതിയിൽ എനിക്കൊരുവിധം വ്ളോഗിലൊക്കെ സൺറൈസ് കാണാൻ കിട്ടാറുണ്ട്. പക്ഷെ സൺസെറ്റ് എപ്പോഴും റയറായിരുന്നു. കാരണം ഞാൻ എല്ലാ പ്ലോട്ടിക്കും ഏകദേശം നൈറ്റ് ടൈമിലേക്ക് എത്തുക. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവാറില്ല. അല്ല, ഒരുവിധം പ്ലോട്ടുകളൊക്കെ മയിലുണ്ട്. മയിൽ പോണു ആടാ, പാരി പോണടാ. ഇത്ര പോണല്ലേ? അതാ പോണു. ഇത്ര വരെ പോണല്ലേ? ആടാ, ആൺമയിലാണ്. ഒരു മയിലിട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിഞ്ഞു നിൽക്കാറില്ല. ഗോപ്രോൻ്റെ ക്യാമറ നമുക്ക് അധികം ലോങ് ഷൂട്ട് കിട്ടൂല. പക്ഷേ അവ അടിപൊളി സീനറി. കാരണം ഒരു ആൺമയിലാണ്. അങ്ങോട്ട് താഴേക്ക് നല്ല താഴ്ചയാണ്. ഒറ്റ പോക്കണ പോയി ആൾ. അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൺസെറ്റ് കാണാൻ കഴിയും. ഇവിടെ മലൻ്റെ അടികളുണ്ടാവും. കോട കയറി തുടങ്ങി. രാവിലെ നല്ല കോട ഉണ്ടാവും. ഇത് മറ്റേ വളർത്തു പുല്ലാണ് കേട്ടോ, പൈക്കളിക്കില്ലേ. അല്ലടാ, ഇതെന്താ സാധനം എങ്ങനെയോ? ഇത് എടുത്ത 10ാം ക്ലാസ്സാ? ക്ലാസ് ഇതല്ലേ പഠിച്ചു? അതാണ് എനിക്കറിയാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സീനറി. എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് പ്ലോട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓൺ സ്റ്റേയിൽ നിന്നിട്ട് എനിക്കിതുവരെ ഉണ്ടാവും, പക്ഷേ എനിക്കിതുവരെ കിട്ടിയില്ല സത്യാവസ്ഥ. സൺറൈസും സൺസെറ്റും ഒരേപോലെ കാണാൻ പറ്റുന്നത്. എനിക്കൊന്ന് അപ്പുറം സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ രാവിലെ സൺറൈസ് കാണാൻ കഴിയും. സൺസെറ്റ് ഒന്നും കിട്ടില്ല, താന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മൂപ്പരാൾ. ഇത് കിട്ടാൻ വേണ്ടി പാഞ്ഞൊലിച്ച് വന്നോട്ടെ ഞാൻ. അതാണ് ഞാൻ അധികം സംസാരിക്കാമെന്ന് ഇടയിലിടയിൽ നിൽക്കാവുന്നത്. മ്യാരകം. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആ ഒരു ടെൻറ്റിലാണ്. ഇവിടെ ടെൻറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഗസ്റ്റ് കുറവാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ഗസ്റ്റുകൾ കുറവാണ്. അപ്പോൾ നാളെ ആകുമ്പോൾ ഇനി ഗസ്റ്റുകൾ ഒരുപാട് വരും. അറ്റ് എ ടൈമിൽ ഒരു 10-60 ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു ടെൻറ്റിങ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്തായാലും മോർണിംഗ് വിശേഷങ്ങളായിട്ട് ആ രാവിലത്തെ ഇതിൽ കൊണ്ടുവരാം. കാരണം ഇപ്പോൾ ഏകദേശം ഇരുട്ടായി എന്നല്ല, ഏകദേശം 6 മണി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് മോർണിംഗ് സൺറൈസ് കാണാൻ പറ്റും. ആ ഒരു വ്യൂ ഒക്കെ ആയിട്ട് മോർണിംഗ് വിശേഷം അങ്ങനെ വരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലോട്ടിൽ ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നാച്ചുറൽ സെറ്റപ്പ് തന്നെ നമുക്കിവിടെ മുള കൊണ്ടൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടാവും. അതുപോലെ ബാർബിക്യൂ സെറ്റപ്പൊക്കെ ഇവിടെ ഓണാണ്. അതുപോലെ ഇവിടുത്തെ ഒരു ഇക്കയാണിത്. ഇക്കാനെ പരിചയപ്പെടാം. ഇക്കാൻ്റെ പേര് പറഞ്ഞോളി. ഷറഫുക്ക നമ്മുടെ പെരിന്തൽമണ്ണക്കാരൻ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അട്ടപ്പാടി എത്താൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മനസ്സിലാക്കാതെ പോയൊരു സ്ഥലമാണ്. ഇത് ഇവിടുത്തെ ഒരാളാട്ടോ. ആൾ നൈസ് ഗായ്. ഏയ്, ആൾ അലമ്പൊന്നുമില്ലേ? അതായത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ കൂടെ ആരെങ്കിലും കയറി വന്നാൽ സേഫാണ്. അല്ലാതെ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ആട്ടി വിടും സത്യത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വിശേഷങ്ങൾ അറിയിക്കാം കേട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ കാറ്റ് പിടിച്ചു തുടങ്ങി. ക്യാമറക്ക് കാറ്റുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? നമ്മുടെ ടെൻറ്റ് സ്റ്റേൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നില്ല, ആ ബേസ് ക്യാമ്പിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ജസ്റ്റ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗസ്റ്റ് ആൾക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ റൂമും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സെറ്റ് ആയില്ല. അപ്പോൾ ടെൻറ്റ് സ്റ്റേ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കിടിലൻ കാഴ്ച ഇടണ്ടായി. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിളി, അത് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. കിളികളൊക്കെ പെരൻ്റെ മൂലകളിൽ, അതായത് സൈഡുകളിലൊക്കെ ആയിട്ട് ഈ കിളികൾ ഈ നാരൊക്കെ ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കും. പക്ഷേ ഇവിടെ പ്രത്യേക തരം കൂട് കണ്ടു. അത് സംഭവം ഞാൻ കണ്ടപ്പോൾ വേറെന്തോ വേട്ടക്കൂട് പോലെ എനിക്ക് തോന്നി. വേട്ടക്കാരുണ്ടാക്കുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ, അതുപോലെ തോന്നിയത്. പക്ഷേ ഇത് വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമായി. അപ്പോൾ ഇതാണ് സാധനം. കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി പേടിപ്പെടുത്തുന്നതും പക്ഷേ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം ഉണ്ടാക്കുന്ന സംഭവമാണിത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാധനം. അത് ചുമരിൻ്റെ മൂലയ്ക്ക്, അതായത് റൂമിൻ്റെ ഒരു മൂലയ്ക്കാണ് കൂട് കൂട്ടിയിട്ടുള്ളത്. ഇതൊരു കിളി ഉണ്ടാക്കുന്ന ഒരു കൂടാണ്. മണ്ണ് കൊണ്ട്, അതായത് കാലങ്ങളോളം ചെറിയ ചെറിയ മണ്ണ് അതിൻ്റെ കൊക്കിൽ കൊടുങ്ങാണ്ട് കൊത്തിവെച്ച് ഒരു കൂട് ബിൽഡ് ചെയ്തിരിക്കണത്. വല്ലാത്തൊരു അത്ഭുതം ഉളവാക്കുന്ന സംഭവമായി പോയി. കാരണം ഞാൻ സത്യം പറഞ്ഞില്ലേ, കണ്ട പാടെ എനിക്കൊരു വേട്ടക്കാരൻ്റെ കൂട് പോലെ തോന്നിയെങ്കിലും
അതൊരു കിളി ഉണ്ടാക്കിയെന്നാണ്, ചെറിയൊരു കിളി, അത്ര ഭയങ്കര ഭംഗി അത്ര കിളീനെ കാണാൻ. നമുക്കതിനെ കാണാൻ പറ്റിയിട്ടില്ല, ഇവിടുത്തെ ആളുകളാണ് പറഞ്ഞത് ഒരു കിളി ഉണ്ടാക്കിയ കൂടാണെന്നുള്ളത്. അത് അവർ പൊളിക്കാതെ തന്നെ വെച്ചിക്കുക കേട്ടോ. വല്ലാത്തൊരു സംഭവമായി പോയി അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ് വരുന്നത്. നമ്മുടെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് എത്താൻ പറ്റും. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ശൈലേ എന്താ പാട്? അപ്പോൾ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് 2 തന്നിട്ടുണ്ട്, അതുപോലെ ലൈറ്റും ടെൻറ്റിൽ വെക്കാതെ ലൈറ്റും തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ടെൻറ്റിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇനി ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റായിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാവേ. അപ്പോൾ അത് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. നമ്മളിവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഇക്കാനെ പരിചയപ്പെടാം. ഇക്ക നിങ്ങൾ പരിചയപ്പെട്ടില്ല, പേരെങ്ങനെ? ഞാൻ ജമാല്. നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്ത് തന്നെയാണല്ലേ? പെരിന്തൽമണ്ണ. അപ്പോൾ നമ്മളെ നാട്ടുകാർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ കുറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ടോ, ചപ്പാത്തിയൊക്കെയാണ്, ചപ്പാത്തിയും ചിക്കൻ കറി ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അടക്കാം. ഇപ്പോൾ രാത്രിത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വലിയൊരു ടൗണുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ലൈറ്റുകളൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ താഴത്തൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ കാണാൻ കഴിയും. അട്ടപ്പാടി കാര്യമായിട്ട് ട്രൈബൽസിൻ്റെ ഒരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ പെട്ടെന്ന് സൈലൻ്റ് ആയി പോകുന്ന ഒരു ഏരിയയും കൂടി കേട്ടോ. സാധാരണ ഇവിടെ നല്ല കാറ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് കാറ്റ് കുറച്ച് കുറവാണ്. അവിടെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ സുഖമാണ്, കാരണം കാറ്റ് പിടിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. എന്തായാലും ഒരു പീസ്ഫുൾ ഏരിയ. അപ്പോൾ ഗൈസ് നമ്മളിത് ആ കടക്കാല സമയമായിട്ടുണ്ട്, ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് എഡിറ്റ് ചെയ്തിരുന്നിട്ട് നേരം വൈകി വന്നത്, നമ്മൾ ഇക്കാട് സംസാരിച്ചിരുന്ന് അങ്ങനെ നേരം വൈകിയതാണ്. നമ്മുടെ അന്ത്രോത് അവിടെ കടന്നുറങ്ങിയിട്ടുണ്ട്. മുത്തു ഡേ ഉറങ്ങിയോ? ചെക്കനെ ആദ്യമായിട്ടാണ് ടെൻറ്റ് കിടക്കുന്നത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചുരുണ്ട് കൂടി കടന്നുറങ്ങുക, സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് സെറ്റായി ഉറങ്ങി. അപ്പോൾ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ സെറ്റാണ്. അപ്പോൾ ഞാനും കിടക്കാൻ പോവാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു ഫുൾ സെറ്റായിട്ട് ഈ ഒരു പ്ലോട്ട് മൊത്തം ചെറിയ ട്രക്കിംഗ് കാരണം പ്ലാൻ ചെയ്യുന്ന താഴത്ത് ചെറിയൊരു ചോലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് കുളിക്കാല സെറ്റപ്പൊക്കെ ഓണാക്കണം. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ അട്ടപ്പാടിത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മളെ കാഴ്ചകളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ട്രാവൽ ബഡി എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളിയും, അടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തോളിയും. ഇറ്റ്സ് മീ ട്രാവൽ ബഡി സൈനിങ്. Dreaming.